UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിനെതിരെ വസ്തുതകളുടെ ധവളപത്രം എന്ന പേരിൽ ബദലുമായി CPIM. AKG പഠനകേന്ദ്രം തയ്യാറാക്കിയ ധവളപത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. UDF സർക്കാരിന്റെ ധവളപത്രത്തിൽ കുത്തി നിറച്ച വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ തുറന്നുകാട്ടാനാണ് ഈ നീക്കമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ കെടുകാര്യസ്ഥതയാണെന്നും ധൂർത്താണെന്നും പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ LDF ഭരണത്തിൽ സംസ്ഥാനത്തിന്റെ കടബാധ്യത കുറയുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ധനകാര്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തി നിറച്ചത്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി വസ്തുതകളുടെ ധവളപത്രം എന്ന ഇത്തരമൊരു പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റുണ്ട്. ആ ബജറ്റിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു അവലോകനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LDF നാട്ടിൽ ഭരണം നടത്തിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ ബാധ്യതകൾ അനിയന്ത്രിതമായി ഉയർന്നു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം. ഇവിടെയാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്ന് കാണാൻ കഴിയും. വിവിധ മേഖലകളിൽ ഫണ്ട് വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. പഞ്ചായത്തുകളടക്കം സ്പിൽ ഓവറായി നൽകേണ്ട പണം നൽകിയിട്ടില്ല. അതീവ ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കടമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു. അതിനേക്കാൾ ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും പണം കൊടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ഗഡു പണം കൊടുക്കേണ്ടതാണ്. ഇത് ആ വർഷം അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം അതിന് കൊടുക്കുന്നതിനുള്ള സ്പിൽ ഓവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പതിവുണ്ട്. ആ പണം കൊടുത്തില്ല. ഈ വർഷം ആദ്യം കൊടുക്കേണ്ട പണവും ഇതുവരെ കൊടുത്തിട്ടില്ല. പഞ്ചായത്തുകളിൽ വലിയ പ്രശ്നമാണ്. ഓട്ടിസം പോലെയുള്ള സ്കൂളുകളിൽ അവർക്ക് നടത്തുന്ന പണം ഇത് മുഴുവനും സ്റ്റേറ്റ് ഗവൺമെൻറ്, നേരത്തെയുള്ള ഗവൺമെൻറ് കടമാക്കി പോയി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ധനകാര്യസ്ഥിതിയിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ സാധ്യതയുണ്ട്. ഇവിടെ സംസാരിച്ചുകൊണ്ട് പിണറായി സാഹിബ് പറഞ്ഞു 5 ലക്ഷം കോടിയിലേക്ക് എത്തി. 6 ലക്ഷം കോടിയാണ് കടമെന്നാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്ലസ് 1,4 ലക്ഷം കോടി രൂപ അല്ലാതുള്ള കടമുണ്ടെന്ന് പറഞ്ഞു. ആ 1,4 ലക്ഷം കോടി രൂപ ഇപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 48,000 കോടിയേ ഉള്ളൂ. ഇവരെല്ലാ കണക്കൂടെ കൊണ്ടുവന്നിട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി MAVP. തെറ്റുകൾ തിരുത്താനുള്ള കൃത്യമായ നടപടികൾ പാർട്ടി സ്വീകരിക്കുമെന്നും ഇതിന്റെ രൂപരേഖ കേരളത്തിൽ ചേരുന്ന വിപുലമായ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്ക് പലതരത്തിൽ ജാഗ്രതാ കുറവുണ്ടായി. ഏതെങ്കിലും ഒരു വ്യക്തി എന്നതല്ല എന്നും വ്യക്തികൾ ചേർന്ന് പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രചരണത്തിനിടയിൽ കേരളത്തിൽ തന്നെ ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞ സ്വയംഭരണപരമായി സംസ്ഥാന കമ്മിറ്റി തന്നെ കണ്ടെത്തിയ കാര്യങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ, അതിനോട് വിമർശനപരമായി പാർട്ടി പ്രതികരിച്ചെങ്കിലും വേണ്ടത്ര ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചില്ല എന്ന് തുടങ്ങി കുറെ കാര്യങ്ങൾ, ജാഗ്രതക്കുറവുണ്ടായത്, തെറ്റുകുറ്റങ്ങൾ പറ്റിയത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനം പോയിട്ടില്ല. എല്ലാ നിലവാരത്തിലും പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ ചില തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതാണ് എന്നത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ ഒരു വീക്ഷണമാണ്. അപ്പൊ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെയുള്ളവരുടെ പ്രവർത്തനത്തിൽ വലുതും ചെറുതുമായ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ എല്ലാവരുടെ ഭാഗത്ത് ഒരേ തോതിലുള്ളതല്ല. പോരായ്മകൾ ഓരോരുത്തർക്കും പറ്റിയത് വ്യത്യസ്ത തോതിയായി. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി എപ്പോഴും ചെയ്യാറുള്ളത്. ആ പോരായ്മകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടിയിൽ അടിമുടി ഉണ്ടാവണം എന്നാണ് ഈ രേഖ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
പത്തനംതിട്ട അടൂർ കോട്ടമുകളിൽ യുവതിയുടെ മരണം കൊലപാതകമെന്ന കുടുംബം. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്താണ് കൊലപാതകം നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ അടൂർ സ്വദേശി ഷെഹ്നയാണ് വീട്ടിനുള്ളിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. കസ്റ്റഡിയിലെടുത്ത ഏഴംകുളം KCBയിലെ താൽക്കാലിക ഡ്രൈവർ അരുണിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷെഹ്നയുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടി സ്വയം തൂങ്ങി മരിച്ചതാണ് എന്നതാണ് പ്രതിയുടെ മൊഴി. തിങ്കളാഴ്ച രാത്രി 7-നാണ് ഷെഹ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷെഹ്നയുടെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. യുവാവിന്റെ ശരീരത്തിലും രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് പറഞ്ഞു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനം വകുപ്പ് പിടിച്ചെടുത്ത ആദിവാസി യുവാവിന്റെ JCB വിട്ടു നൽകില്ല. വണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിച്ചു. വാഹനം വിട്ടു നൽകാൻ ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ല. വനം വകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്നും അജീഷിന് കോടതിയെ സമീപിച്ച് JCB വീണ്ടെടുക്കാമെന്നും DFO പറഞ്ഞു. അതൊരു പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ശരി കോമ്പൗണ്ട് ചെയ്യേണ്ട കേസല്ലോ, ഇത് അങ്ങനത്തെ കേസല്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കാറുണ്ട്. അത് ഒരാഴ്ചയ്ക്ക് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കട്ടെ, അത് പറയാൻ ഒരു ഫൈനൽ ഓർഡർ ഇഷ്യൂ ചെയ്യണം. നിലവിലുള്ള 61 പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചൊരു അന്തിമ ഉത്തരവ് ഇറക്കും. അതേസമയം JCB വിട്ടു നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും എന്നാൽ വനം വകുപ്പ് ഉറപ്പ് പാലിച്ചില്ലെന്നും അജീഷ് പറഞ്ഞു. നാളെ വനം മന്ത്രിയെ കാണുമെന്നും അജീഷ് വ്യക്തമാക്കി. 2020-ലാണ് റിസർവ് ഫോറസ്റ്റിൽ അതിക്രമിച്ച് കയറിയെന്ന് ആരോപിച്ച് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി അജീഷിന്റെ JCB വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. ഒരാഴ്ചക്കുള്ളിൽ 61 അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വണ്ടി വിട്ടു തന്നേക്കുന്നത്. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണിതിറക്കാനുള്ള പൈസയോ നഷ്ടപരിഹാരങ്ങളോ ഒന്നും ഇന്ത്യക്കുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് RCO കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ അതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പോകും, നാളെ പോകും. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ പിടിവിട്ട് ക്രൂഡ് ഓയിൽ വില. 2 ദിവസത്തിനിടെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $86 വിപണി വില. സാധാരണ ക്രൂഡിന് $80. ബ്രന്റ് ക്രൂഡിന് 3% വില വർധനയാണ് ഇന്ന് മാത്രം രേഖപ്പെടുത്തിയത്. ക്രൂഡ് വില ഉയരുന്നത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും വഴിവെക്കും. ഇറാനും അമേരിക്കയും ഇടക്കാല കരാറിലെത്തിയതിനെ തുടർന്ന് ഹോർമൂസ് തുറന്നതോടെ ക്രൂഡ് വില $69 വരെ താഴ്ന്നിരുന്നു. എന്നാൽ യുദ്ധം മുറുകിയതോടെയാണ് ക്രൂഡ് വില വീണ്ടും കുതിപ്പ് ആരംഭിച്ചത്. തിരുവനന്തപുരം പൂവത്തൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പൂവത്തൂർ സ്വദേശി ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. തടികയറ്റി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വീടിനുള്ളിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന ഗിരിജയുടെ ദേഹത്തേക്ക് ചുവർ തകർന്ന് വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് ഗിരിജയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ അരിമ്പൂർ ശാഖയിലെ ATM-ൽ പാമ്പ്. പണമെടുക്കാൻ എത്തിയ ആളുടെ കാലിലൂടെ ഇഴഞ്ഞ പാമ്പ് ATM മെഷീന്റെ വശത്തേക്ക് പോവുകയായിരുന്നു. പാമ്പ് പിടുത്തക്കാർ എത്തി നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും പാമ്പിനെ കണ്ടെത്താനായില്ല. പാമ്പിനെ കണ്ടെത്താൻ ATM മെഷീന് പുറകിലെ ഷീറ്റ് അഴിച്ചെടുത്തെങ്കിലും കണ്ടെത്താനായില്ല. പാമ്പ് ATM മെഷീനുള്ളിലേക്ക് പോയതെന്നാണ് സംശയം. 2 ദിവസം മുമ്പ് ഇതേ ബാങ്കിന്റെ ഉള്ളിലും പാമ്പിനെ കണ്ടെത്തിയിരുന്നു.